ജോസിൽ വന്നിട്ടുണ്ട്. ജോസിലാണ് കലവറ വിട്ടൊരു കളിയില്ല, രാവിലെ തുടങ്ങിയ രാത്രി വരെ കലവറയില്ല. അതെ, ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു കാലത്ത് കാറ്ററിംഗ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു വന്നപ്പോൾ തന്നെ ഷീജ നമ്മളോട് പറഞ്ഞത് നേരെ കലവറയിലേക്ക് വെക്കും, അവിടെ മോഹൻ നമ്പൂതിരിയെ പരിചയപ്പെട്, അതിനുശേഷം രാവിലെ KN ബാലഗോപാൽ അവിടെ വന്ന് ഭക്ഷണം വിളമ്പുന്നുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം നമ്മൾ പുട്ടും കടലും നമ്മൾ കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് വീണ്ടും മന്ത്രിമാര് കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവിടെ പോയി അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഇനി അത്താഴം മാത്രമേ ഉള്ളൂ. ഇനി അത്താഴം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അതിൽ അവിടെ കഴിഞ്ഞു പോകും. ഇനി നമുക്കത് പുറത്തുനിന്ന് കഴിക്കാം. ഇനിയുള്ളത് അതിനുശേഷം ഗസൽ നടക്കുന്ന വേദിയിലേക്കാണ് പോയത്. നമ്മുടെ പട്ടുറുമാല് ഈ വർഷത്തെ വിന്നർ ആയിട്ടുള്ള കുട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി എടുത്തു. ആ ഗസലിനെ സംബന്ധിച്ച് സ്റ്റോർ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ തിരിച്ചു. അല്ല ജോസിലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും വലിയ ടീം ലൈനപ്പ് ആയിട്ടേ നമ്മളിൽ ഒരാളും ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പെർഫോമൻസും കൊടുത്തില്ല എന്നുള്ള വലിയ പരാതി ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം തൊട്ട് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ജോസിലാണെങ്കിൽ ഒരു വലിയ കലാകാരൻ. രാവിലെ ഷീജയും മേഘയും ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്, ഈ 5 ദിവസം തീരുന്നതിന് മുമ്പ് ഒരു ഡാൻസ്. അതിനിടയ്ക്ക് ഇവരെ രണ്ടുപേരെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകുന്നുണ്ട്, പുറകിൽ പോയി പ്രാക്ടീസ് ചെയ്യാണ് എന്നാണ് കഥ. ഒരു നിമിഷം അന്ന, ജോസിലിന് പ്രിപ്പയർ ചെയ്യാൻ ഒരു 5 മിനിറ്റ് സമയം തരാം. എന്താണ് ജോസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ഐറ്റം എന്നുള്ളത് അറിയണം. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ മറ്റൊരാളെ കൂടി ഇങ്ങോട്ടൊന്ന് വിളിക്കുകയാണ്. സിജോ കണ്ണനിക്ക് നടുക്കോട്ട് വരട്ടെ. അതെ, ഈ മൈക്ക് എടുത്തോളൂ, ഈ മൈക്ക് എടുത്തോളൂ, ഈ മൈക്ക്. എന്താ പറയാനുള്ളത്? രാവിലെ മുതൽ ഒരു ആവേശം കാണുന്നുണ്ട്. പക്ഷെ ഞാനൊരു വിമർശനം എന്ന രീതിയിൽ സ്നേഹത്തോടെ തിരുവനന്തപുരംകാരോട് അത് അറിയിക്കുകയാണ്. നമ്മൾ മലബാറിലൊക്കെ കലോത്സവം കാണുന്ന സമയത്ത് വേദികൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ ആളുകളുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഈ 1-ാം വേദി കാണുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരംകാർ അടുത്ത ദിവസങ്ങളിൽ ഈ വേദികളിലേക്ക് ഇരച്ചെത്തട്ടെ എന്നാണ് ഒരാഗ്രഹം. എന്തായാലും നമ്മൾ ഈ കലോത്സവം വളരെ കളർഫുള്ളാക്കാൻ തന്നെയാണ് തീരുമാനം. എല്ലാ വേദികളിലും നമ്മളെ മുഴുവൻ റിപ്പോർട്ടർമാരും ഉണ്ട്. അപ്പം ഞാനിന്ന് പോയൊരു ചാക്യാർകൂത്തിൻ്റെ വേദിയിലാണ്. ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് പതിവ് പോലെ തന്നെയായിരുന്നു, പക്ഷെ അത് കാണാൻ ആളില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ രസകരമായ അനുഭവമായിരുന്നു ചാക്യാർകൂത്തുമായി ബന്ധപ്പെട്ട്. ഈ ജോസിന്റെ കാര്യം പറഞ്ഞതുപോലെ താങ്കൾക്ക് എന്തെങ്കിലും കലാപരമായ സ്കൂൾ കലോത്സവ ഓർമ്മകൾ? നിർഭാഗ്യവശാൽ ഞാനൊരു കലാകാരനല്ല, പക്ഷേ എല്ലാ കലാകാരന്മാരെയും പിന്തുണക്കാനുള്ള ഒരു വലിയ മനസ്സ് കാസർഗോഡ് നിന്ന് വന്ന എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. എല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് പിന്തുണക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇല്ല, മൂളിപ്പാട്ട് പാടില്ല. അപ്പോൾ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാവ്യ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പോൾ നമുക്ക് കാവ്യയുടെ ഒരു പാട്ട് കൂടി. ഈ കാവ്യ രാവിലെ മുതൽ ഞാൻ പാടില്ല 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 എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രേക്ഷകർ പലതവണ ചോദിച്ചോളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് രാഗത്തിന്റെ പേര് വരെ പറഞ്ഞാണ് കാവ്യ അത് വിശദീകരിച്ചത്. അപ്പൊ കാവ്യക്ക് എന്തായാലും പാട്ടറിയാം, പാട്ട് പാടേണ്ടി വരും കാവ്യ. അപ്പൊ നമ്മുടെ ഈ കുട്ടികളുടെ കലാപരമായ കഴിവിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ഈ നമ്മുടെ ഉള്ളില് പല കലാകാരന്മാർ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ കാവ്യയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കലാകാരിയെ കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പുറത്തൊരു പാട്ട് പാടിയിട്ട് ഇനി അടുത്ത് സംസാരിച്ചാൽ മതി. നമുക്കത് ആലോചിക്കാം, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാമെന്ന് ഞാൻ നേരത്തെ അന്നയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ PCR എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ പാട്ടൊന്നും വേണ്ട, അവിടെ നല്ല 1-ാം തരം ഒപ്പന മത്സരം നടക്കുന്നുണ്ട്.